പിന്നെ ലോട്ടറി അടിച്ചപ്പോൾ മേടിച്ച ജനങ്ങൾ എല്ലാവരും ബുദ്ധിമുട്ടായി എന്നെ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കും. ചേട്ടൻ വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഓട്ടോറിക്ഷ ഇപ്പോഴും ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. ചെറിയൊരു കാർ വാങ്ങിച്ചു. ചെറിയൊരു കാർ വാങ്ങിച്ചു. അത് വീടില് വലിയ വീടില് എന്ന് വെച്ചാൽ ഒന്ന് വൈറ്റ് വാഷ് ചെയ്ത് ഒന്ന് പെയിന്റ് ചെയ്ത് റൂഫ് വർക്ക് ചെയ്തു. പക്ഷെ മൊബൈൽ ഫോൺ വാങ്ങിച്ചില്ല. അതെന്താ വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞാൽ അതെനിക്ക് വാങ്ങിക്കാതെ വേറെ കുറച്ചൊക്കെ കാര്യങ്ങളുണ്ട്. ഒരു ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. ആ ഭീഷണികളുള്ളതുകൊണ്ട് ഞാൻ മൊബൈൽ ഉപയോഗിക്കാറുണ്ടായില്ല. ഭീഷണി എന്തിന്റെ കാര്യത്തില്? ഭീഷണി എന്ന് വെച്ചാൽ സ്ഥലത്തിനൊരു സിവിൽ കേസ് നടപ്പുണ്ട്, അതിർത്തി തർക്കം. അപ്പം ആ ഭീഷണിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ മൊബൈൽ കൂടുതൽ വാങ്ങിക്കാഞ്ഞത് അത് തന്നെ. വെച്ചാൽ ഞാൻ എവിടെ ഉണ്ടാവും എന്നുള്ള ഒരു ധാരണ എതിർ കക്ഷികൾക്ക് വരുമല്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും മൊബൈൽ ഉപയോഗിക്കാത്തത്. പിന്നെ ലോട്ടറി അടിച്ചപ്പോൾ മേടിച്ച ജനങ്ങൾ എല്ലാവരും ബുദ്ധിമുട്ടായി എന്നെ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് വേണ്ടാന്ന് വെച്ചത്. അത് ഭയങ്കര ഒരു തീരുമാനമാണ്. ഈ 25 കോടിയാണ് ഇപ്പോഴത്തെ ബമ്പർ എന്ന് പറയുന്നത്. ഈ അടിച്ച ആള് യഥാർത്ഥത്തിൽ എന്താ ചെയ്യണ്ടേ? യഥാർത്ഥമായിട്ട് അയാൾ ചെയ്യുന്ന എല്ലാ രേഖകളും സഹിതം നാളെ കൊണ്ടേ ബാങ്കിൽ കൊണ്ടേ ഏൽപ്പിക്കുക. ആരും അറിയാണ്ട്. അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വളയും. അപ്പോൾ നമുക്ക് ഭയങ്കര ശല്യമായിരിക്കും. ഇത് കുറേ ബാങ്കിലൊക്കെ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു 2 വർഷത്തേക്ക് ഈ പൈസ നമ്മൾ ദുരുപയോഗം ചെയ്യരുത്. നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ ആദ്യത്തെ ടാക്സൊക്കെ അടച്ച് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ജീവിക്കാനുള്ള മാർഗം നോക്കുക. എന്നാ വല്ല പ്രോപ്പർട്ടി മേടിച്ച് തരികയോ അല്ലെ 2-3 മാള് പോലെ പണി ചെയ്യുകയോ അല്ല എന്തെങ്കിലും അവനവനനുസരിച്ചുള്ള ജീവിതമാർഗം കണ്ടെത്തുക. അതിൽ നിന്നുള്ള വരുമാനം വന്നതിന് ശേഷം മറ്റുള്ളവന് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആദ്യം ആർഭാടം ജീവിച്ചു കഴിഞ്ഞാൽ ടാക്സൊക്കെ 2 പ്രാവശ്യം അടക്കണം. ഈ നമ്മൾ വാരിക്കോരി അങ്ങോട്ട് കൊടുത്താൽ നീ നമ്മൾ ടാക്സ് അടക്കണമെന്നും. അപ്പോൾ ആ ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ആർക്കും വാരിക്കോരി കൊടുക്കരുത്. അതിന് നമ്മൾക്കൊരു ഇൻകം വന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പാവപ്പെട്ടവരെ സഹായിക്കുക, അല്ല സ്വന്തക്കാരെയൊക്കെ കൂടുതൽ സഹായിക്കുക. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? നമ്മളുടെ അടുത്ത് ഒന്നും ഉണ്ടാവില്ല, മുതലും ഉണ്ടാവില്ല. മുതലിൽ നിന്നാണ് ഈ പോണത്. ഈ 1.5 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് കിട്ടിയിട്ട് എന്ത് ചെയ്താലും 1.5 കോടി ദിവസം കൊണ്ട് കിട്ടില്ല, ഒരു കൊല്ലം കൊണ്ടൊന്നും. കിട്ടുമോ? കിട്ടൂല. അപ്പം ഈ മുതലിൽ നിന്ന് തന്നെയാണ് ആ ടാക്സ് വീണ്ടും പോണത്. അപ്പം നമ്മളെ ഇൻകം മുതൽ കുറയേ. മുതലെടുത്ത് കളിക്കരുത്. മുതൽ നമ്മൾ എന്തെങ്കിലും ജീവിക്കാനുള്ള മാർഗം ചെയ്തിട്ട് ആ പലിശ കൊണ്ടുള്ള ഒരു കളി കളിക്കണം. അതാണ് ഇപ്പോൾ ചെയ്യാവുന്ന ഏറ്റവും നല്ല മാർഗം. അതാണ് നമ്മൾ പുതിയ ആര് ലോട്ടറി അടിച്ചാലും ചെയ്യേണ്ടത്. അടിച്ചു പൊളിച്ച് ആദ്യം ജീവിക്കരുത്. ഇന്നിപ്പോ ലോട്ടറി അടിച്ച ആള് എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നതാണ്? അത് ഞാൻ ചെയ്ത പോലെ തന്നെ പുള്ളി ചെയ്യുള്ളൂ. ഞാൻ ചെയ്ത പോലെ എന്ന് വെച്ചാൽ ഈ ടിക്കറ്റ് ഇപ്പം മറത്തി വെച്ചേക്കാണല്ലോ, ആരാണെന്ന് പറഞ്ഞില്ല. പുള്ളി 2-3 ദിവസത്തിനകം ബാങ്കിൽ ഹാജരാക്കും എന്നുള്ള ഒരു ഉറപ്പാണ്. അങ്ങനെ ചെയ്യുള്ളൂ. അങ്ങനെയാണ് ചേട്ടൻ ഊഹിക്കുന്നത്? അങ്ങനെ ചെയ്യുള്ളൂ എന്ന് വെച്ചാൽ ഒരു ബമ്പർ അവിടെ ആ ഭാഗത്ത് അടച്ചിട്ടുണ്ട്. പാലാ ഭാഗത്ത് നേരത്തെ അടച്ചിട്ടുണ്ടായിരുന്നു. അടിച്ചപ്പോൾ ഞാൻ കൊടുത്ത ബാങ്കിൽ തന്നെയാണ് ചോദിച്ചത്. ഇവിടെ വിളിച്ച് ചോദിച്ചാൽ നിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ